എ മുതൽ ഇ വരെ റേറ്റിംഗ് നൽകും. ലേബലില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ പോഷക വിവരങ്ങൾ അബുദാബിയുടെ താം ആപ്പിലൂടെയും അറിയാൻ സാധിക്കും. ജനം, ദുബായ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. റഷ്യൻ തീരത്തും ഇറാൻ തീരത്തും വീണ്ടും കപ്പലിന് നേരെ ആക്രമണം. റഷ്യൻ തീരത്ത് MV മോർഫി എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഒരു ഭാരതീയൻ കൊല്ലപ്പെട്ടു. കപ്പലിൽ 3 ഭാരതീയർ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇറാൻ തീരത്ത് മൊസംബിക് പതാക വഹിച്ച LPG ടാങ്കർ ദിശ എന്ന കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. 28 ഭാരതീയ നാവികരാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് നിലവിലെ സാഹചര്യം? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഒരു മരണം സംഭവിച്ചു, ഒരു നാവികൻ്റെ മരണം സംഭവിച്ചു എന്ന ഒരു ദാരുണമായ വാർത്തയാണ് പ്രധാനമായും പുറത്തു വരുന്നത്. ഇത് ഔദ്യോഗികമായി ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം തന്നെ അറിയിക്കുന്നതാണ്. ജൂലൈ 18-നാണ് MV ഒമോഫി എന്ന് പറയുന്ന മാർഷൽ ഐലൻഡിൽ രജിസ്റ്റർ ചെയ്ത കപ്പൽ കരിങ്കടൽ കടക്കുന്നതിനിടെ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഒരു ഭാരതീയൻ കൊല്ലപ്പെട്ടു. മൊത്തം ആ കപ്പലിൽ 10 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ ഭാരതീയരായിരുന്നു. മറ്റ് 2 പേരും സുരക്ഷിതരായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഭാരതം ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും മരിച്ചവരുടെ കുടുംബത്തിനെ അനുശോചനം അറിയിക്കുകയും ചെയ്തു എന്നും ഈ വിജ്ഞാപനത്തിൽ, ഈ നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമാക്കുന്നതിന് അനിവാര്യമായ ഇടപെടൽ ഉടനുണ്ടാകണമെന്ന നിലപാട് വീണ്ടും ഭാരതം ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു നാവികനാണ് ഈ മാർഷൽ ഐലൻഡ് രജിസ്റ്റർ ചെയ്ത MV ഒമോർഫി എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത്. ആ കപ്പലിലുണ്ടായിരുന്ന ഭാരതീയ നാവികൻ കൊല്ലപ്പെട്ടത്. കപ്പലിലുണ്ടായിരുന്ന MV ഒമോർഫി എന്ന കപ്പൽ കരിങ്കടൽ കടക്കുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടാവുകയും ദാരുണമായ സംഭവം ഉണ്ടാവുകയും ചെയ്തത്. മറ്റൊരു ആക്രമണം റിപ്പോർട്ട് ചെയ്തത് ഇറാൻ തീരത്താണ്. ഇറാൻ തീരത്ത് ദിശ എന്ന ഒരു മൊസാംബിക് പതാക വഹിച്ച കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ കപ്പലിൽ 28ഓളം ജീവനക്കാരുണ്ടായിരുന്നത് ഭാരതീയരാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാനിലെ ഇന്ത്യൻ എംബസി ഇത് സംബന്ധിച്ച വിശദീകരണം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. പുറത്തുവിട്ട വിശദീകരണം അനുസരിച്ച്, ഇറാനിലെ ഇന്ത്യൻ എംബസിയുടെ വിശദീകരണം അനുസരിച്ച് ആർക്കും പരിക്കുകളോ അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല, സുരക്ഷിതരാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 2 ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, റഷ്യൻ തീരത്ത് കരിങ്കടലിൻ്റെ പ്രദേശത്തായിട്ടാണ് ആക്രമണമുണ്ടായ കപ്പലിൽ ഒരു ഭാരതീയൻ കൊല്ലപ്പെട്ട വിശദീകരണം നൽകുന്നത്. MV ഒമോർഫി എന്നാണ് ആ കപ്പലിൻ്റെ പേര്. രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത് ദിശ എന്ന മൊസാംബിക്കിൽ രജിസ്റ്റർ ചെയ്ത എണ്ണ ടാങ്കറിന് നേരെ ഇറാൻ തീരത്താണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 28 ഭാരതീയരാണ്. അവരെല്ലാം സുരക്ഷിതരാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, അസം എന്നിവിടങ്ങളിൽ കാലവർഷക്കെടുതി അതീവ ഗുരുതരമായി തുടരുന്നു. വടക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത പ്രകൃതി ദുരന്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമ ഭാരതത്തിലും വടക്ക് കിഴക്കൻ മേഖലകളിലും വെള്ളപ്പൊക്കവും വൻ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ദമാൻ തീരത്ത് കോസ്റ്റ് ഗാർഡിന്റെ സമാനതകളില്ലാത്ത രക്ഷാദൗത്യങ്ങളും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പ്രളയമുണ്ടാക്കിയ വൻ സാമ്പത്തിക നഷ്ടങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പെയ്തിറങ്ങിയ കനത്ത മഴയിൽ വാണിജ്യ സമുച്ചയങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇന്ദ്രപ്രസ്ഥ കോംപ്ലക്സിൽ ഓട അടഞ്ഞതിനെ തുടർന്ന്